പ്രായത്തിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ ധന്യയ്ക്കും രഞ്ജിതയ്ക്കും ഇടയിൽ രഹസ്യങ്ങളില്ല. അയൽപ്പക്കക്കാരുമാണ്, ദീർഘകാല സുഹൃത്തുക്കളാണ്. ഏറ്റവും അവസാനം മെസ്സേജ് വന്നതും ധന്യയ്ക്കാണ്. എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം? അതിനകത്ത് ഞാനിവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്ക് പല സമയത്ത് വിളിച്ച റേഞ്ച് കിട്ടുന്നില്ല. വാട്സപ്പ് കോളാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് റേഞ്ച് കിട്ടാത്തതിനാണ് നാട്ടിൽ നിന്ന് തിരിക്കുന്നതെന്ന് വൈകുന്നേരം എനിക്ക് മെസ്സേജ് ഇടുകയാണ്, ഞാൻ ഇറങ്ങുവാടി. അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട് ഹാപ്പി ജേണി എന്ന് പറയുന്നുണ്ട്. നീ എവിടെയായി എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് വീണ്ടും മെസ്സേജ് ഇടുന്നു, ഞാൻ കണക്റ്റിംഗ് ഫ്ലൈറ്റിനാണ്. സാധാരണ കണക്റ്റിംഗ് ഫ്ലൈറ്റ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞ് ഞാനിങ്ങ് എത്തിയടി എന്ന് പറഞ്ഞ് അടുത്ത മെസ്സേജ് വരേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ന്യൂസ് അറിയുന്നത്. ഇപ്പോഴും ഞാൻ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആരാണ് ഈ വിവരം പങ്കുവെച്ചത്? എൻ്റെ അടുത്ത് മതൃഭൂമിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഗോപൻ സാറാണ് എൻ്റെ അടുത്ത് വിവരം പങ്കുവച്ചിട്ട് ഇന്ന ആളിനെ അറിയാമോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ആ വിവരം അറിഞ്ഞ ഉടനെ എനിക്കത് പുറത്ത് വിടാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. കാരണം എനിക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മണിക്കൂറുകൾ മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ എന്നോട് സംസാരിച്ചിട്ട്. ആയുസ് എന്നുള്ള കാര്യം എനിക്ക് പുറത്ത് വിടാൻ പറ്റുന്നില്ല. അവൾ UK പോകുന്നു. പോയി കഴിഞ്ഞിട്ട് താമസിക്കാതെ തിരിച്ചു വരും. വന്നിട്ട് വീടിൻ്റെ പാല് കാച്ചൽ നടത്തി മാറുക, പിന്നെ ബാക്കി പണി നടക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഫയൽ റെഡിയാക്കാൻ വേണ്ടി വന്നു. പക്ഷെ അതിങ്ങനൊരു ദുരന്തത്തിൽ അവസാനിക്കാനെന്ന് അറിയില്ലായിരുന്നു. ഈ അപകട വാർത്ത അറിഞ്ഞ് വിളിച്ചിരുന്നോ? രഞ്ജിതയുടെ നമ്പറിലേക്ക് വിളിച്ച് നോക്കിയിരുന്നു? രഞ്ജിതയുടെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും കിട്ടില്ല എനിക്ക് കോള്. അവളുടെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്നെ കണ്ടുടനെ ചോദിക്കുന്നത്, കൊച്ചിനെ വിളിച്ചോ നീ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ എന്നെ വിളിച്ചിരുന്നു, കണക്ട് ചെയ്തിരുന്നു. ഇപ്പം വിളിച്ചിട്ട് ഡേറ്റ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞു. അല്ലാതെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല എന്നാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഒഴിയുമായിരുന്നു. മക്കളെ രണ്ടുപേരെയും കണ്ടിരുന്നു? മക്കളെ കണ്ടിരുന്നു. മോൾ എൻ്റെ അടുത്ത്, മോളെ സഹിക്കാൻ പാടാണ്. മോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മഞ്ജു എൻ്റെ അമ്മ വിളിക്കേണ്ട സമയം കഴിഞ്ഞ് അമ്മ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? ഞാൻ പറഞ്ഞു മോനെ അമ്മ വിളിക്കും. ICUവിലാണേലും അമ്മയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്തുകൂടെ, ഒന്ന് വിളിച്ചുകൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഞാൻ പിന്നെ കുഞ്ഞിനെ ഫേസ് ചെയ്തില്ല ഇതുവരെ. എന്തായിരിക്കും നിങ്ങളെ തമ്മിൽ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചിട്ടുള്ള ഘടകം? ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ല, വാശിയില്ല. എന്ത് കാര്യങ്ങളായാലും ഓപ്പണപ്പാണ്. ഒരടി ഉണ്ടാവും, വഴക്കുണ്ടായി കഴിഞ്ഞാൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കും. ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ ഞാൻ വാശി പിടിച്ചിരുന്നാൽ തന്നെ അവൾ എന്നോട് വന്ന് പറയും വിടടി ഇതൊക്കെ, നിനക്ക് ഇത്രയും പ്രായമായില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെയാണ് കോംപ്രമൈസിന് മുന്നിട്ട് വന്നുകൊണ്ടിരുന്നത്. ധന്യ വള്ളംകുളം സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയാണ്. ധന്യയുടെ വാക്കുകളിൽ നിന്ന് തന്നെ സമാനമായ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. പ്രദേശവാസികളും രഞ്ജിതയെ ഏറ്റവും അടുത്ത ആളുകളും ഒക്കെ തന്നെ രഞ്ജിതയുടെ വേർപാട് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇനിയും ഇവർക്കൊക്കെ തന്നെ സമയം ഏറെ വേണ്ടി വരികയും ചെയ്യും. ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.